തൃശ്ശൂർ ജില്ലയിലെ തലപ്പള്ളി താലൂക്കിലെ പ്രധാന ആസ്ഥാനമാണ് വടക്കാഞ്ചേരി. തൃശ്ശൂർ ജില്ലയിലെ വടക്കുഭാഗത്തുള്ള ചെറിയ പട്ടണങ്ങളെ പരസ്പരം ബന്ധപ്പെടുത്തുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന വടക്കാഞ്ചേരി മണ്ഡലത്തിൻ്റെ വികസനങ്ങളിലൂടെ കണ്ണോടിക്കുകയാണ് ഇന്ന് നവകേരളം നവമുന്നേറ്റം. മതസൗഹാർദ്ദത്തിൻ്റെയും സാംസ്കാരിക പെരുമയുടെയും പൈതൃകങ്ങൾ പേറുന്ന വടക്കാഞ്ചേരിയുടെ മണ്ണിൽ വികസനത്തിൻ്റെ മാമാങ്കങ്ങളാണ് ദൃശ്യമാകുന്നത്. 95.84 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് മണ്ഡലത്തിൽ വിഭാവനം ചെയ്തിട്ടുള്ളത്. തൃശൂർ താലൂക്കിലെ അടാട്ട്, അവണൂർ, കൈപ്പറമ്പ്, കോലഴി, മുളങ്കുന്നത്തുകാട്, തോളൂർ എന്നീ ഗ്രാമപഞ്ചായത്തുകളും തലപ്പള്ളി താലൂക്കിലെ മുണ്ടത്തിക്കോട് പഞ്ചായത്തും വടക്കാഞ്ചേരി നഗരസഭയും ഉൾപ്പെടുന്ന മണ്ഡലമാണ് വടക്കാഞ്ചേരി. വടക്കാഞ്ചേരി നിയോജകമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം വടക്കാഞ്ചേരി നിയോജകമണ്ഡലം തൃശ്ശൂർ കോർപ്പറേഷനോട് അതിർത്തി പങ്കിടുന്ന ഒരു നിയോജകമണ്ഡലമാണ്. അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായൊരു സവിശേഷത അതേ അളവിൽ തന്നെ ഒത്തിണങ്ങിയ ഒരു പ്രദേശം കൂടിയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, വാഴാനി, മച്ചാട് മാമലകളിൽ നിന്ന് ആരംഭിച്ച് താഴെ തോളൂർ പഞ്ചായത്തിലെ കോൾപ്പടവുകൾ വരെ നീണ്ടു നിൽക്കുന്ന ഒരു ഭൂപ്രദേശമാണ് വടക്കാഞ്ചേരി നിയോജകമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അപ്പോൾ സമുദ്രനിരപ്പിൻ്റെ താഴെയാണ് കോൾപ്പടവുകൾ. ഒപ്പം തന്നെ മലനിരകൾ എന്ന രീതിയിൽ മച്ചാട് മാമലകളും അതുപോലെ തന്നെ വാഴാനി, അതുപോലെ പേരേപ്പാറ ഡാം, പത്താഴക്കുണ്ട്, പൂമല, ചെപ്പാറ എന്നിങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രങ്ങൾ തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം വടക്കാഞ്ചേരി നിയോജകമണ്ഡലത്തിലാണ്. ഒപ്പം തന്നെ മഴക്കാല ഘട്ടങ്ങളിൽ രൂപപ്പെടുന്ന ടൂറിസം കേന്ദ്രങ്ങളാണ് ഇപ്പോൾ തൂമാനം വെള്ളച്ചാട്ടമായാലും അതുപോലെ ചാത്തഞ്ചിറയാണെങ്കിലും വട്ടായി വെള്ളച്ചാട്ടമാണെങ്കിലും. അത്തരത്തിലുള്ള പ്രകൃതി രമണീയതയുടെ അപ്പുറത്താണ് നമുക്കറിയാം വെലങ്ങൻ കുന്ന്, കോൾ ലാൻഡ് ടൂറിസം ഉപയോഗപ്പെടുത്താവുന്ന രീതിയിലുള്ള പ്രദേശങ്ങൾ, വളരെ പ്രധാനപ്പെട്ട പക്ഷി സങ്കേതം, ഇങ്ങനെ വൈവിധ്യമാർന്ന ഒരു ഭൂപ്രകൃതിയാണ് വടക്കാഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഒപ്പം തന്നെ ഈ നിയോജകമണ്ഡലം തൃശ്ശൂർ പട്ടണവുമായി അതിർത്തി പങ്കിടുകയാണ്. തൃശ്ശൂർ പട്ടണവുമായി അതിർത്തി പങ്കിടുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒട്ടേറെ സവിശേഷതകൾ ഈ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളുടെ ഉന്നമനം ലക്ഷ്യമാക്കിയുള്ള പദ്ധതികൾക്കാണ് ഏറെ മുൻതൂക്കം നൽകിയിരിക്കുന്നത്. ആരോഗ്യ മേഖലയുടെ മികവ് ലക്ഷ്യമാക്കി വടക്കാഞ്ചേരി മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന തൃശൂർ മെഡിക്കൽ കോളേജിന്റെ ഉന്നമനത്തിനായി 27 കോടിയിലേറെ രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. മെഡിക്കൽ കോളേജിൽ നേരത്തെ കിഫ്ബി പ്രഖ്യാപിച്ച വളരെ പ്രധാനപ്പെട്ട പദ്ധതിയാണ് ഒന്ന് അമ്മയും കുഞ്ഞും ബ്ലോക്കും, അതുപോലെ തന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കും. രണ്ടും കൂടി ചേരുമ്പോൾ ഏകദേശം
564 കോടി രൂപയുടെ പദ്ധതിയാണ് യഥാർത്ഥത്തിലായത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏകദേശം 400 ശിഷ്ടം കോടി രൂപയുടെ 400 കോടിയിൽ കൂടുതൽ രൂപയുടെ ഭരണാനുമതി FS നമുക്ക് ലഭിക്കുകയുണ്ടായി. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം അതിവേഗത്തിൽ നടക്കുകയാണ്. ഒരു കെട്ടിടം പിന്നെ 1.5 ഏക്കർ സ്ഥലത്താണ്, മറ്റൊരു കെട്ടിടം 1 ഏക്കർ സ്ഥലത്താണ്. അങ്ങനെ 10 ലക്ഷം സ്ക്വയർ ഫീറ്റ് കെട്ടിട നിർമ്മാണമാണ് ആ നിലയിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ കിഫ്ബി പദ്ധതിയുടെ ഭാഗമായിട്ട് ഇപ്പോൾ നടന്നു വരുന്നത്. ഇതുകൂടാതെ ഇപ്പോൾ അവിടുത്തെ ട്രോമോ കഴിഞ്ഞ വർഷങ്ങളായി തുറക്കാൻ കഴിയാതിരുന്ന ട്രോമോ നമുക്ക് തുറന്ന് പ്രവർത്തിപ്പിക്കാനായി. ഗവൺമെൻറ് സെക്ടറിൽ നമുക്ക് MRI സ്കാൻ യന്ത്രം വാങ്ങാൻ വേണ്ടി കഴിഞ്ഞു. അതുപോലെ തന്നെ വ്യത്യസ്ത തോതിൽ മെഡിക്കൽ കോളേജിൽ ഓരോ വർഷവും ലഭിക്കുന്ന പിന്നെ പ്ലാൻ ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒട്ടേറെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നു വരികയാണ്. തൃശൂർ ഗവൺമെന്റ് ദന്തൽ കോളേജിന് 14.4 കോടി രൂപ അനുവദിച്ചപ്പോൾ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിന്റെ മികവിനായി 76 ലക്ഷം രൂപയാണ് നൽകിയിരിക്കുന്നത്. അടാട്ട് കുടുംബാരോഗ്യ കേന്ദ്രം, മുണ്ടത്തിക്കോട് കുടുംബാരോഗ്യ കേന്ദ്രം എന്നിവയുടെ വികസനത്തിനായി 1.5 കോടി രൂപ വീതം അനുവദിച്ചു. ആരോഗ്യശാസ്ത്ര സർവകലാശാലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് 115 കോടി രൂപയാണ് വിനിയോഗിക്കുന്നത്. കിലയുടെ വികസനത്തിന് 29.32 കോടി രൂപ അനുവദിച്ചതും ശ്രദ്ധേയമാണ്. വിദ്യാഭ്യാസ രംഗത്ത് മാത്രം നമ്മുടെ പൊതുവിദ്യാഭ്യാസം, പ്രത്യേകിച്ച് സർക്കാർ ഹൈസ്കൂളുകൾ, ഹയർ സെക്കൻഡറി, LP, UP വിദ്യാലയങ്ങളുടെ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കഴിഞ്ഞ ഈ 3-3.5 കൊല്ലത്തിനിടയിൽ ഏകദേശം 24 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത്. മിക്കവാറും എല്ലാ ഗവൺമെൻറ് വിദ്യാലയങ്ങളിലും കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫണ്ട് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുകയുണ്ടായി. അപ്പോൾ അത് ചില വിദ്യാലയങ്ങൾ പൂർത്തിയായി, ചില വിദ്യാലയങ്ങൾ നിർമ്മാണ ഘട്ടത്തിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. അത് പൊതുവിദ്യാഭ്യാസ രംഗത്താണ് എങ്കിൽ ഇപ്പോൾ നമുക്കറിയാം മെഡിക്കൽ കോളേജിനടുത്ത് ദന്തൽ കോളേജ്, അതുപോലെ തന്നെ നഴ്സിംഗ് കോളേജ്, ആ കോളേജുകളുടെ നിർമ്മാണ പ്രവർത്തനം, ഹോസ്റ്റലുകളുടെ നിർമ്മാണ പ്രവർത്തനം എന്നിങ്ങനെയുള്ള വ്യത്യസ്ത തലത്തിലുള്ള തുകകൾ കൂടി ചേർത്താൽ വിദ്യാഭ്യാസ രംഗത്ത് വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് വടക്കാഞ്ചേരി നിയോജകമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ളത്. വിദ്യാഭ്യാസ രംഗത്തിന് കൂടുതൽ മികവ് നൽകുവാനും വിദ്യാർത്ഥികളെ വൈജ്ഞാനിക ലോകത്തേക്ക് കൈപിടിച്ചു നടത്തുവാനുള്ള ലക്ഷ്യത്തോടെയും കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. വടക്കാഞ്ചേരി നിയോജകമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം 2021 മുമ്പ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്, ഒന്നാം പിണറായി ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് ഒരു പക്ഷേ വികസന രംഗത്ത് നവകേരളത്തിൻ്റെ പുതിയ കാഴ്ചപ്പാടുകൾ ഉയർത്തിക്കൊണ്ടുള്ള കിഫ്ബിയുടേതുൾപ്പെടെയുള്ള പദ്ധതികൾ രൂപപ്പെടുന്നത്. അത്തരം പദ്ധതികൾ രൂപപ്പെടുത്തി സമർപ്പിച്ച് അനുമതി മേടിച്ച് അത് ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക എന്ന പ്രവർത്തനത്തിൽ ഒരുപക്ഷെ ആ ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശത്തിനോടൊപ്പം സഞ്ചരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നം വടക്കാഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. തീർച്ചയായും ആ പ്രശ്നം 2021 ശേഷം പരിഹരിക്കാനായിട്ടുണ്ട് എന്നുള്ളതാണ്. 2021 ശേഷം ഏകദേശം 800 കോടി രൂപയിൽ കൂടുതൽ തുക വികസനാവശ്യങ്ങൾക്ക് വേണ്ടി വടക്കാഞ്ചേരി നിയോജകമണ്ഡലത്തിലേക്ക് കൊണ്ടുവരുന്നതിനും വിവിധ പദ്ധതികളിലൂടെ അത് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു എന്നതിലൂടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും.
വടക്കാഞ്ചേരി മണ്ഡലത്തിൽ വികസനത്തിന്റെ പുത്തൻ കുതിപ്പിനായുള്ള പ്രവർത്തനങ്ങൾ തുടരുകയാണ്. നവകേരള സൃഷ്ടിക്കായി കൈകോർത്തുകൊണ്ട് തൃശ്ശൂർ കുറ്റിപ്പുറം റോഡ് ഏകദേശം 249 കോടി രൂപയുടെ ഒരു ബൃഹത്തായ പദ്ധതിയാണ്. റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിൻ്റെ ഭാഗമായി തൃശ്ശൂർ ജില്ലയിൽ തന്നെ പ്രധാനപ്പെട്ട 3 റോഡുകൾ, കൊടുങ്ങല്ലൂർ തൃശ്ശൂർ റോഡ്, കുറ്റിപ്പുറം കുന്നംകുളം തൃശ്ശൂർ കുറ്റിപ്പുറം റോഡ്, അതുപോലെ തന്നെ വാഴക്കോട് മുതൽ പ്രാഴി വരെയുള്ള റോഡ്. ഇത് ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത്, പ്രത്യേകിച്ച് ഒന്നാം പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ആരംഭിച്ച് ഇപ്പോൾ തുടർന്ന് വരുന്ന പ്രവൃത്തിയാണ്. നമുക്കറിയാം, തൃശ്ശൂർ കുറ്റിപ്പുറം റോഡ് അതിൻ്റെ പ്രവൃത്തി വളരെ വേഗത്തിൽ മുന്നോട്ട് പോവുകയാണ്. മുന്നോട്ട് പോകുന്നതിനിടയിലാണ് കരാറുകാരുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നം, അവരെ റിസ്ക് ആൻഡ് കോസ്റ്റിൽ ടെർമിനേറ്റ് ചെയ്ത പ്രശ്നം. ഇപ്പോൾ വീണ്ടും ടെൻഡർ ചെയ്തിട്ട് അതിവേഗത്തിൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുകയാണ്. ഏകദേശം 10 കിലോമീറ്ററോളം വടക്കാഞ്ചേരി നിയോജകമണ്ഡലത്തിൽ വരും. തുടർച്ചയായി അതിൻ്റെ റിവ്യൂ നടത്തിക്കൊണ്ട് ആ പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള പരിശ്രമം MLA എന്ന രീതിയിൽ നിർവഹിച്ചിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, മുണ്ടൂർ കുപ്പിക്കഴുത്ത് അത് ദീർഘകാലമായുള്ള ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഒരു വിഷയമാണ്. അപ്പോൾ ആ മുണ്ടൂർ കുപ്പിക്കഴുത്ത് പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഭൂമി ഏറ്റെടുക്കാൻ ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത്, പ്രത്യേകിച്ച് കഴിഞ്ഞ നവകേരള സദസ്സിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും വടക്കാഞ്ചേരിയിൽ വന്ന ഘട്ടത്തിലാണ് 58 കോടി രൂപയുടെ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടിയുള്ള പുതിയ ഭരണാനുമതി ലഭിച്ചത്. അതിൻ്റെ വ്യത്യസ്ത തലത്തിൽ ഇപ്പോൾ നമുക്ക് നഷ്ടപരിഹാര പാക്കേജ് ഏത് രീതിയിലാകണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മുണ്ടൂർ കുപ്പിക്കഴുത്ത് പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള സംഖ്യ വകയിരുത്തി ഈ 3-3.5 കൊല്ലത്തിനിടയിൽ, അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന കേസുകൾ ഒത്തുതീർപ്പാക്കാനും പരിഹരിക്കാനും കഴിഞ്ഞിരിക്കുന്നു. മറ്റൊന്ന് നമുക്കറിയാം, നമ്മുടെ അമല ആർ.ഒ.ബി ഈ റൂട്ടിലെ മറ്റൊരു കുപ്പിക്കഴുത്താണ്. അപ്പോൾ അമല ആർ.ഒ.ബിക്ക് സമാന്തരമായി ഒരു മേൽപ്പാലം കൂടി നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള എമൗണ്ട് 7.5 കോടി രൂപ കിഫ്ബിയിൽ നിന്നും നമുക്ക് അനുവദിക്കുകയും അതിൻ്റെ ഭാഗമായിട്ടുള്ള ഡ്രോയിങ് തയ്യാറാക്കി റെയിൽവേക്ക് സമർപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. റെയിൽവേ അതിൻ്റെ സൂക്ഷ്മ പരിശോധനയ്ക്കിടയിൽ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. അതുകൂടി ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതോടുകൂടി നമുക്ക് അമല ആർ.ഒ.ബിക്കടുത്ത് മറ്റൊരു മേൽപ്പാലം കൂടി പണിയാൻ കഴിയുന്ന സാഹചര്യമാണ്. 7.5 കോടി രൂപയുടെ ഭരണാനുമതി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത്ഭുതകരമായ വികസന പ്രവർത്തനങ്ങളിലൂടെ വടക്കാഞ്ചേരി വളർച്ചയുടെ പടവുകൾ താണ്ടുകയാണ്. നാടിൻ്റെ സ്പന്ദനങ്ങൾ ഹൃദയത്തിലേറ്റി. കാലഭേദ വ്യത്യാസമില്ലാതെ നിറഞ്ഞൊഴുകുന്ന തൊടുപുഴയാറ് ഈ മണ്ഡലത്തെ കുളിരണിയിക്കുന്നു. പ്രകൃതി മനോഹരമായ തൊടുപുഴ ചലച്ചിത്ര വ്യവസായത്തിൻ്റെ പ്രധാന സ്ഥലങ്ങളിൽ ഒന്നുകൂടിയാണ്. ആരോഗ്യ, വിദ്യാഭ്യാസ, കാർഷിക രംഗങ്ങളിലും പശ്ചാത്തല സൗകര്യങ്ങളിലും മികവിൻ്റെ അധ്യായം രചിച്ചുകൊണ്ടാണ് തൊടുപുഴ മുന്നേറ്റം നടത്തുന്നത്. നവകേരളം നവമുന്നേറ്റം ഇന്ന് യാത്ര ചെയ്യുന്നത് തൊടുപുഴയുടെ വികസന വഴികളിലൂടെയാണ്. തിരുക്കൊച്ചി സംസ്ഥാനം രൂപവൽക്കരിക്കും മുമ്പ് തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിന്റെ ഭാഗമായിരുന്നു തൊടുപുഴ. രാജഭരണകാലം മുതൽ തൊടുപുഴയുടെ വികസനത്തിനായി ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിച്ചിരുന്നുവെന്ന് ചരിത്രം ചൂണ്ടിക്കാട്ടുന്നു. നമ്മുടെ ഈ നിയോജകമണ്ഡലത്തിലെ 12 പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലുമായി ഗവൺമെൻറ്റിൻ്റെ 1000 കോടി രൂപ മുടക്കിയുള്ള റോഡ് വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമുക്ക്
7.5 കോടി രൂപയുടെ റോഡുകൾ അനുവദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കേരളത്തിലെ മറ്റു നിയോജകമണ്ഡലങ്ങളെ അപേക്ഷിച്ച് താരതമ്യേന കുറവാണെങ്കിലും കുറേ വർക്കുകളൊക്കെ നടന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. വർത്തമാനകാലത്തും മലയോര നഗരമായ തൊടുപുഴ വികസന കുതിപ്പ് തുടരുകയാണ്. ആരോഗ്യ, വിദ്യാഭ്യാസ, കാർഷിക രംഗങ്ങളിലും പശ്ചാത്തല സൗകര്യങ്ങളിലും മികവിന്റെ അധ്യായം രചിച്ചുകൊണ്ടാണ് തൊടുപുഴ മുന്നേറ്റം നടത്തുന്നത്. മണ്ഡലത്തിലെ റോഡുകളുടെ വികസനമാണ് ഏറെ ശ്രദ്ധേയം. റോഡുകളുടെ വികസനത്തിനായി കോടിക്കണക്കിന് രൂപയാണ് സർക്കാർ ഫണ്ടിൽ നിന്നും അനുവദിച്ചിരിക്കുന്നത്. റോഡുകളുടെ വികസനം സുഗമമാകുന്നതോടെ ഗതാഗത സൗകര്യങ്ങളും അനുബന്ധ പശ്ചാത്തല സൗകര്യങ്ങളും ഇവിടെ വിരുന്നെത്തുകയാണ്. 132 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച നെയ്യാശ്ശേരി ചോക്ക് മസാർ റോഡാണ് ഏറെ പ്രാധാന്യമർഹിക്കുന്നത്. ഒരു നാടിൻ്റെയും ജനതയുടെയും കാലങ്ങളായുള്ള വിലാപങ്ങൾക്ക് അറുതി വരുത്തിയാണ് റോഡുകളുടെ നിർമ്മാണമെന്ന് തൊടുപുഴ മണ്ഡലം LDF കൺവീനർ ജിമ്മി മറ്റത്തിപ്പാറ ചൂണ്ടിക്കാട്ടുന്നു. കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിൽ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കുറച്ച് വികസന പ്രവർത്തനം നടന്നിട്ടുള്ള സ്ഥലമാണ് തൊടുപുഴ അസംബ്ലി നിയോജക മണ്ഡലം. ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും തുല്യമായി ഫണ്ട് വിതരണം ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. എങ്കിലും ഗവൺമെൻറ് എല്ലാവർക്കും കൊടുക്കുന്നത് പോലെ ഒരു വിഹിതം തൊടുപുഴയിലും തരും. ഇപ്പോൾ 1000 കോടി രൂപ റോഡ് വികസനത്തിനായി ഗവൺമെൻറ് മാറ്റിവെച്ചിരിക്കുകയാണ്. അതായത് ഒരു നിയോജക മണ്ഡലത്തിൽ 7.5 കോടി രൂപ വെച്ചാണ് കൊടുക്കുന്നത്. തൊടുപുഴയിൽ കുറേ വികസനം ഉണ്ടായിട്ടുണ്ട്. അത് 96-2001 കാലഘട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലഘട്ടത്തിലാണ് ഈ റിംഗ് റോഡുകളും മറ്റു കാര്യങ്ങളുമൊക്കെ നടന്നിട്ടുള്ളത്. ആർപ്പാമറ്റം കരിമണ്ണൂർ റോഡിന്റെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു. കാരിക്കോട് കാഞ്ഞാർ റോഡ് 5 കോടി രൂപ ചെലവഴിച്ചാണ് നിർമ്മിക്കുന്നത്. ഇതിന്റെ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിലാണ് പുരോഗമിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കാരിക്കോട് കാഞ്ഞാർ റോഡ് 7 കോടി രൂപ അനുവദിച്ച് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ കാരിക്കോട് ശങ്കരപ്പള്ളി റോഡ് നന്നായിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ ആർപ്പാമറ്റം കരിമണ്ണൂർ റോഡ് പൈസ വെച്ച് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ എത്രയോ വർഷം പഴക്കമുള്ള റോഡാണ് നെയ്യശ്ശേരി തോക്കുമൽസാട് റോഡ്. ഇക്കണ്ട കാലമെല്ലാം ഉണ്ടായിട്ട് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിലാണ് അതിൻ്റെ വർക്ക് കുറേയെങ്കിലും മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുള്ളത്. വികസനം ഇരുളടഞ്ഞ ഒരു കാലഘട്ടത്തിൽ നിന്നും വികസനത്തിന്റെ വെള്ളി വെളിച്ചം ചൊരിയുന്ന വർത്തമാനകാലത്തിലൂടെ
തൊടുപുഴ മുന്നേറുകയാണ്. മണ്ഡലത്തിലെ ഏറ്റവും കൂടുതൽ ആളുകളുടെ ജീവിതോപാധിയായ കാർഷിക രംഗത്തിന്റെ സമഗ്ര വികസനത്തിന് ഊന്നൽ നൽകുന്ന പദ്ധതികൾക്കും തുടക്കം കുറിച്ചിട്ടുണ്ട്. ആരോഗ്യ മേഖലയിൽ മികവിന്റെ കയ്യൊപ്പ് ചാർത്തി ആതുര രംഗത്തിന് മാതൃകയാകുന്ന പദ്ധതികൾക്ക് തൊടുപുഴ നിയമസഭാ മണ്ഡലത്തിൽ തുടക്കം കുറിച്ചു കഴിഞ്ഞു. കിൻഫ്രയുടെ വ്യവസായ പാർക്കിൻ്റെ ഉദ്ഘാടനം നടക്കും. കുറേ സ്ഥാപനങ്ങൾ അവിടെ പണിതുകൊണ്ടിരിക്കുന്നു. ഒരു സ്ഥാപനത്തിൻ്റെ പണി പൂർത്തിയായിരുന്നു. വർക്കുകളൊക്കെ നടക്കുമ്പോൾ അതിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നേരിട്ട് വരുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മികവിന്റെയും വിജ്ഞാനത്തിന്റെയും കേന്ദ്രങ്ങളാക്കി മാറ്റുവാനുള്ള നൂതന പദ്ധതികളും തൊടുപുഴയിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. സാങ്കേതിക രംഗത്ത് കൂടുതൽ മികവ് പുലർത്തുന്നതിന് കൂടുതൽ കർമ്മ പദ്ധതികൾക്ക് രൂപം കൊടുത്തതോടെ തൊടുപുഴ വികസനത്തിന്റെ വ്യത്യസ്ത രംഗങ്ങളിലൂടെ ജൈത്രയാത്ര തുടരുകയാണ്. പ്രകൃതിയുടെ മനോഹാരിത നിറയുന്ന തൊടുപുഴയിൽ വികസനത്തിന്റെ പുതിയ പാതകൾ വെട്ടിത്തുറക്കുകയാണ്. ഒരു ജനതയുടെ ആത്മഹർഷങ്ങളെ ഹൃദയത്തിലേറ്റി. പ്രകൃതിയുടെ മനോഹാരിത നിറയുന്ന തൊടുപുഴയിൽ വികസനത്തിൻ്റെ പുതിയ പാതകൾ വെട്ടിത്തുറക്കുകയാണ്. ഒരു ജനതയുടെ ആത്മഹർഷങ്ങളെ ഹൃദയത്തിലേറ്റി.